ഹായ്. ചേച്ചി ഇന്ന് ഫുൾ സാരി ആണല്ലോ. റീൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിന്റെ ഷൂട്ടിന് വേണ്ടി ഒരുങ്ങിയതാണ്. റീലൊക്കെ എടുത്തു. പുള്ളിക്ക് സാരി ഉടുക്കാൻ അറിയില്ല കേട്ടോ. ഇത് കണ്ണെന്ന് പറയുന്നത് ഗോലിയാണ്. ഗോലി വെച്ചുണ്ടാക്കിയ കണ്ണാണ് കേട്ടോ. വ്യാളിയോ അങ്ങനെ എന്തോ ഒരു പേര് പറടാ. കറക്റ്റ് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഗായ്സ് ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് കേട്ടോ. ഈ സിറ്റ് ഔട്ടിന്റെ സീലിംഗ് എല്ലാം കണ്ടോ. ഞാൻ ഇതൊക്കെ ഒരു 4 കെട്ട് മുകളിലാണ് പ്ലാൻ ചെയ്തത്. ഏകദേശം അതുപോലെ കിട്ടിയോ? കിട്ടിയല്ലേ? ഏകദേശം കിട്ടി. ഇവിടുത്തെ പില്ലർ വർക്ക് ഇതൊക്കെ ഒരുതരം പെയിന്റ് വർക്കാണ് കേട്ടോ. അത് കണക്കെ ഫൗണ്ടേഷൻ വർക്കും പെയിന്റ് വർക്കാണ്. പിന്നെ ഈ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് ആർക്കും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാമല്ലേ. ഇത് നമ്മുടെ കിണറാണ് കേട്ടോ. ഇതിന്റെ പേരെന്താ? ഉരുളിയാണ്. ചില ആൾക്കാർ ഇതിനെ ഉരുളി എന്ന് പറയും, ചില ആൾക്കാർ ഇതിനെ വേറെന്തോ അണ്ടാവോ അല്ല എന്തോ ഒരു സാധനം പറയില്ലാത്ത. താഴ്ചയൊക്കെ ഉണ്ടാ. നമ്മളെ മോനില്ലേ, നമ്മളെ മോൻ ഇവിടെ നിന്ന് ഈ കല്ലെടുത്ത് ഈ പെബിൾസ് എടുത്ത് ഇതിന്റെ അകത്ത് ഇടും. അതുകൊണ്ട് നെറ്റ് വാങ്ങിച്ചിട്ട് അല്ലേ. നെറ്റ് ഇടണ്ടാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത്, കാരണം ഇച്ചിരി ഭംഗി കിട്ടാൻ വേണ്ടിട്ട്. പക്ഷെ കുറെ കല്ല് കിണറ്റിനകത്ത് പോയോണ്ട് നമ്മൾ അവസാനം നെറ്റ് മേടിച്ചിട്ട്. ഇതാണ് ഗായ്സ് നമ്മുടെ ഒരു ഊഞ്ഞാല്. ഇത് നമ്മൾ ബാംഗ്ലൂർ സ്റ്റോൺ കേട്ടോ. ബാംഗ്ലൂർ സ്റ്റോൺ. ഈ താഴെ കല്ലില്ലേ, താഴെ ഇട്ടേക്കുന്ന കല്ലിന്റെ അതേ കല്ല് തന്നെയാണ് ഈ സാധനവും. ബാംഗ്ലൂർ സ്റ്റോൺ അതിലുണ്ടാക്കിയ ഒരു ഊഞ്ഞാലാണ്. പക്ഷെ ഇപ്പോഴൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റില്ല, നല്ല ചൂടാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5-6 മണി കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ പറ്റും. അമ്മാതിരി ചൂടാകട്ടെ. കാരണം ഈ ഇവിടുത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 10 സെന്റാണ്. 10 സെന്റിൽ വെച്ച് വീടായതുകൊണ്ട് തന്നെ ഏരിയ കുറച്ച് കുറവാണ്. അതുകൊണ്ട് മരങ്ങൾ മൊത്തവും മുറിച്ചിട്ടാണ് ഇവിടെ വീട് വെച്ചത്. ആകെ നമുക്ക് ഒരു തെങ്ങ് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുക എന്നുള്ള കാര്യം ഭയങ്കര ബുദ്ധിമുട്ടോ. ഭയങ്കര ചൂടാ. മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മാതിരി ചൂടാ. പിന്നെ സ്റ്റോണും കൂടെ ആയതുകൊണ്ട് കാലും പൊള്ളും. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ വീടിന്റെ സൈഡിൽ ഈ താഴെ സംഭവം വർക്ക് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്, നമ്മൾ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടത്. പക്ഷെ അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇതെല്ലാം പെയിന്റ് തന്നെയാണ്. പെയിന്റ് അകത്ത് പലതരം പെയിന്റുകൾ മിക്സ് ആക്കി ചെയ്തേക്കാണ്. ഗ്ലിറ്ററും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്തത് ആരാണ്? നമ്മുടെ ഷമീൽ ഫ്രം നടയറ. ടെസ്റ്റർ വർക്കും പെയിന്റും എല്ലാം ചെയ്തേക്കുന്നത്. നമ്മളുടെ വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്നാ ഇതാണ് നമ്മുടെ വീട്, ബോറാവല്ല് എന്നാൽ നല്ല കളേഴ്സ് വെച്ച് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതി വേണം ചെയ്യാനായിട്ട്. അങ്ങനെയാണ് പുള്ളി നമുക്ക് നല്ല സെറ്റ് ആയിട്ടാണ് ചെയ്ത് തന്നേക്കുന്നത് ഗായ്സ്. ചെയ്തു തന്ന ഒരു കാര്യം, അയ്യോ ഇത് വേണ്ട വേറെ ചെയ്യുന്നു പറയേണ്ടി വന്നില്ല. കാരണം എല്ലാം നമ്മളെ ഇഷ്ടം പോലെ പുള്ളി ചെയ്തു തന്നിട്ടുണ്ട്. ഈ ഒരു സൈഡ് നേരെ പോകുന്നത് കിച്ചണിലോട്ടാണ്. കിച്ചണിലോട്ട് പോകുമ്പോഴത്തേക്ക് ഈ താഴെ ഇട്ടേക്കുന്ന കല്ല് മൊത്തം കടപ്പയാണ് കേട്ടോ. കടപ്പ കല്ലും അത് കണക്ക് തന്നെ ഈ താഴെ ഇട്ടേക്കുന്ന പെബിൾസ് ആണ്. അത് കോമഡി. ഈ പെബിൾസ് മൊത്തം ഈ നമ്മുടെ ചെടിച്ചട്ടിക്കാതാണ് എപ്പോഴും ഇരിക്കുന്നത്. മോൻ എല്ലാം പറഞ്ഞ് ചെടിച്ചട്ടിക്കത് കൊണ്ടിടും. അതിന് ഞാൻ അത് കഴുകി പിന്നീട് താഴെ ഇടും. ഫുള്ള് നമ്മുടെ റോസാപ്പൂണ്, വെള്ളയുണ്ട്, അതുപോലെ മഞ്ഞ, പിങ്ക്, റെഡ്, അങ്ങനെ പലതരം റോസാപ്പൂ. ഇതൊക്കെയാണ് ഗായ്സ് നമ്മളെ മുറ്റം കണ്ടോ. ഒരു അത്യാവശ്യം 2 വണ്ടിയൊക്കെ വന്നാലേ സുഖമായിട്ട് പാർക്ക് ചെയ്തിടാം. അങ്ങനെ ഒരുവിധം നമ്മളെ വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞു. പാലാച്ച കഴിഞ്ഞ് കയറിയപ്പോഴാണ് കേട്ടോ സമാധാനമായത്. കാരണം എന്റെ പൊന്നു 3 വർഷമായിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. ഒരുവിധം പറയണ്ട. സത്യം പറയാമല്ലോ, നമ്മൾ വീട്ടിൽ കയറിയടുത്തെ കുറിച്ച് ഒന്നും പറയണ്ട. കാരണം വീട് വെക്കുക എന്നുള്ളത് ഒരാൾക്കൊരു ആഗ്രഹങ്ങളാണ്. 3 വർഷമായിട്ട് ഞാനും നന്ദും പെടാപ്പാട് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം വസ്തു വാങ്ങാനായിക്കോട്ടെ വീട് വെക്കാനായിക്കോട്ടെ, നമ്മൾ വസ്തു വാങ്ങിച്ച കഥ പറയണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 3 വർഷം മുന്നേ ഞാൻ ഈ വസ്തു വാങ്ങാൻ വേണ്ടി കുറേ കിടന്ന് ഓടി കേട്ടോ. കുറേ കിടന്ന് ഓടിയിട്ട് ഞാനൊന്നും കൂടെ എത്ര വസ്തു നോക്കിയിട്ടും നമുക്കൊരു വസ്തു കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ ചില വസ്തു ഇഷ്ടപ്പെടുമ്പോഴത്തേക്കും നമുക്ക് റേറ്റ് കൊണ്ട് ഓക്കെ ആവുന്നില്ല. ചില വസ്തു ആണെങ്കിൽ പൈസയൊക്കെ ഓക്കെ ആയിരിക്കും നമ്മളെ കയ്യിൽ, പക്ഷെ വസ്തു നോക്കുമ്പോഴത്തേക്ക് എന്തോ മനസ്സിൽ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നമ്മൾ പല കാരണം കൊണ്ട് നമുക്ക് വസ്തു വാങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഗതികെട്ട അവസാനം ഈ വീട് വെക്കുന്ന പ്ലാനങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ഇൻസ്റ്റയിൽ ഒരു പരസ്യം കണ്ടത്, മറ്റേ ആസ്ട്രോടാക്കിൻ്റെത്. ഞാൻ ആസ്ട്രോടാക്ക് വഴി ഗായത്രി കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് ഗായത്രി എനിക്ക് 2 സൊല്യൂഷൻസ് പറഞ്ഞായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അതെനിക്ക് വർക്ക് ആവുമെന്ന് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഗായത്രി പറഞ്ഞ ഈ 2 സൊല്യൂഷൻസും 9 ദിവസം ഫോളോ അപ്പ് ചെയ്യാനാണ്. ഞാനത് 9 ദിവസം ഫോളോ അപ്പ് ചെയ്തതിനു ശേഷം എനിക്ക് 3 ആഴ്ച ഏകദേശം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വസ്തു വാങ്ങിയ കേസ് ആയിക്കോട്ടെ എനിക്ക് വസ്തു കിട്ടിയതും എനിക്ക് വീട് വെക്കുമ്പോൾ ഉണ്ടായ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എല്ലാം മെല്ലെ മെല്ലെ സോൾവ് ആയി തുടങ്ങിയതും. സത്യം പറഞ്ഞാൽ ഈ ആസ്ട്രോടാക്ക് എൻ്റെ ഒരു കേസിൽ വീട് വെക്കാനും വസ്തു വാങ്ങാനും വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്. ഇപ്പൊ എനിക്ക് വസ്തു വീടാണ്, അപ്പൊ നിങ്ങൾക്ക് എന്തിനാവാം, ഫാമിലി ഇഷ്യൂസ് ആവാം, പ്രണയബന്ധങ്ങളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി കാര്യങ്ങളായിരിക്കാം. അപ്പൊ എന്തിനും നമുക്കൊരു കോൺടാക്ട് ചെയ്യാൻ കേട്ടോ. എന്തിനും സൊല്യൂഷൻസ് ഉണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യമുണ്ട്, ഇവരെ ഫസ്റ്റ് ആയിട്ട് തികച്ചും ഫ്രീ ആണ് കേട്ടോ.
പിന്നെ വെല്ലിങ് താഴെ കൊടുത്തേക്കാം. അങ്ങനെ എല്ലാത്തിനും ഒടുവിൽ നമ്മുടെ ആഗ്രഹം സാഫല്യമായിട്ടുണ്ട്. നമ്മുടെ സ്വന്തം വീടിന്റെ പടിമുറ്റത്താണ് കേട്ടോ നമ്മളിപ്പോ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ 3 വർഷമായിട്ട് നമ്മൾ ഓരോ സംഭവങ്ങൾ ഫേസ് ചെയ്തു. അതിനൊക്കെ ഒടുവിൽ നമുക്കൊരു വീടായിട്ടുണ്ട്. ചെറിയ ചെറിയ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ കൂടിയും നമുക്ക് സ്വന്തമായിട്ടൊരു വീടായല്ലോ അല്ലേ. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ കുടിക്കോ. ഓരോ വ്ളോഗ്സ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.